കണ്ടുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി. വേറൊരു പ്രത്യേകത, സ്ത്രീകൾക്ക് കളർ സെൻസ് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ കളർ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ അറിയാം? ഞങ്ങൾക്ക് ആകെ പച്ച എന്ന് പറഞ്ഞാൽ ഒറ്റ പച്ചയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പച്ചയുണ്ട് ഇല്ലേ? ബ്ലൂ, നമുക്ക് ആകെ ഒറ്റ ബ്ലൂ വേണ്ടു. നിങ്ങൾക്ക് നേവി ബ്ലൂ, പറ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ, പീകോക്ക് ബ്ലൂ. ഇതൊന്നും നിങ്ങൾക്കുണ്ടാ ഇല്ല. എൻ്റെ അടുത്ത ദിവസം വൈഫ് പറഞ്ഞു നിങ്ങൾ പിങ്ക് ഷർട്ട് ഇട്ടോന്ന് പറഞ്ഞു. അതേതാ കളർ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് പിങ്ക് കണ്ടുപിടിച്ചത്. അത്ര കുറച്ച് കളറേ നമുക്ക് അറിയുള്ളൂ. നമ്മുടെ പ്രത്യേകതയാണ്. ഏറ്റവും ടോപ്പ് പ്രത്യേകത ഇവിടെ വ്യൂ ആണ്. സ്ത്രീകളുടെ വ്യൂ ഇവിടെ മുതൽ, ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെ മുതൽ ഇങ്ങനെ ഈ റൗണ്ട് വരെ കാണാൻ പറ്റുന്ന സ്ത്രീകൾ നമുക്ക് ഒറ്റ തന്നെ കാണാൻ പറ്റുള്ളൂ. പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിച്ച ചില ടീച്ചർമാരുണ്ടാവും. ഇവിടെ ഒരാൾ ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ അങ്ങ് മൂലത്തുനിന്ന് വർത്താനം പറയും. നീ മിണ്ടണ്ട, കാണുന്നുണ്ട്, കാണൂ. അവിടെ വ്യൂ അങ്ങനെയാണ്. ഈ ശരിക്കും ഈ ഡിഫറൻസ് അല്ലേ ഇതിൻ്റെ സൗന്ദര്യം. രണ്ടുപേർക്കും ഒരേ സ്വഭാവമായിരിക്കും, ബോറായിരിക്കില്ല ലൈഫ്. വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും നമ്മുടെ പാർട്ട്ണർക്കുണ്ടാവും, ലൈഫ് പാർട്ട്ണർക്കുണ്ടാവും. അത് വെച്ചിട്ടാണ് ഒരു വെറൈറ്റി ആസ്വദിക്കുക. കുട്ടികൾക്കും സ്കില്ല് ഡിഫറെൻ്റ് അല്ലേ കുട്ടികളുടെ? ഞാൻ ചില സ്കില്ലുകൾ പറയാം. നിങ്ങളെ മക്കൾക്കുണ്ടോ ഇല്ലയോ പരിശോധിക്കുക, നോക്കാം. യെസ്, അതുള്ളവർ കൈ വെക്കണേ. ഒന്നാമത്തെ സ്കിൽ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ കൈ വെക്കൂ. അതേതാ സാധനം എന്നല്ലേ പറഞ്ഞുതരാം. നമ്മളെ വീട്ടിലെ ചില പൈതങ്ങളുണ്ടാവും. അവർ വർത്താനം പറയുമ്പോൾ കേട്ടിരുന്നു പോകും. ബഡായി ആയിരിക്കും, സത്യാന്ന് വിശ്വസ്തു. അങ്ങനത്തെ പെടലുപെടുന്ന ടീംസില്ലേ, അവർക്ക് ഈ സ്കില്ലാണ്. എനിക്ക് ആ സ്കില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കപ്പെട്ട ബഡായിയാണ്. എൻ്റെ ഉപ്പയും ടിപ്പു സുൽത്താനും ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇട്ട് വെടികൊണ്ട പാട് ഇവിടെയുണ്ട് എന്നൊക്കെ ഞാനങ്ങ് തള്ളിവിട്ട്. ഇത് വിശ്വസ്ത 4 എൻ്റെ ക്ലാസ്സിൽ. മഹാദുരന്തങ്ങൾ 1800 ജയിച്ച ടിപ്പു സുൽത്താൻ ഇപ്പോൾ ചോദിച്ചാൽ എൻ്റെ ഉപ്പാടോട് യുദ്ധം. എന്തൊരു അവസ്ഥയാണ്. അതൊരു സ്കില്ലാണ്, പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കാര്യം. ആ കുട്ടികളാണ് സംസാരവും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് മേഖല ഉണ്ടാവില്ലേ, അതിലൊക്കെ ഈ കുട്ടികൾക്ക് ഗംഭീരമായി ശോഭിക്കാൻ പറ്റും. മറ്റു ചില മക്കളുണ്ടാവും, ഞങ്ങളവിടെ തെറിപ്പമായിരുന്നു വിളിക്കുക. ഈ കുട്ടികൾ വെറുതെ ഇരിക്കില്ല, തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടി വീട്ടിലെത്തിയത് ആ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും അറിയും അത് ആ വാർത്ത ഇവിടെ ഉണ്ട്. സ്കൂളിലെത്തിയ സ്കൂൾ മൊത്തം അറിയും സ്കൂളിൽ വന്നിട്ടുണ്ടേ. അങ്ങനത്തെ ചില മക്കളുണ്ടാവില്ലേ, അവർക്കാണ് ചാടി കളിക്കുന്ന ജോലികളുണ്ടാവില്ലേ, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ പോലത്തെ പണികളൊക്കെ പറ്റും. ഒറ്റക്കിരിക്കുന്നൊരു പണി ചെങ്ങാനി ഏൽപ്പിക്കുന്ന ആ ചെക്കനാ മറ്റോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാൽ സോഫ്റ്റ്വെയറിൻ്റെ കഥ തീർന്നു. കോഴിക്കോട് ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു. അയാളെ പിരിച്ചുവിട്ടു. എന്താ അറിയോ, ഇയാളുടെ ക്യാബിൽ ഇയാളുണ്ടാവുന്നു. CCTV നോക്കുമ്പോൾ എല്ലാ ക്യാബിലും ഇയാളുണ്ട്. നിങ്ങൾ ചാടിച്ചാടി നടക്കാൻ ചെങ്ങായി, അതാണ് പ്രത്യേകതയാണ്. അപ്പോൾ അവർക്ക് ചാടിച്ചാടി നടക്കുന്ന പണികളാണ് പറ്റുക, ഒറ്റക്കിരിക്കുന്ന പണി പറ്റില്ല. ഇത് നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് ഉണ്ടാവും. ക്ലാസ്സിൽ വരുന്നു, ഇരിക്കുന്നു, വൈകുന്നേരം തിരിച്ചു വീട്ടിൽ വന്ന വീട്ടിലിരിക്കുന്നു. അധികം ചെങ്ങായിമാരുണ്ടാവില്ല, സംസാരം കുറവായിരിക്കും. അപ്പോൾ ചില പേരൻസൊക്കെ എപ്പോഴും പറയാം മിണ്ടൂല എന്ന് പറയും. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കുറേ സംഗതിക്ക് സ്കില്ലുണ്ടാവും. ചിലപ്പോൾ നല്ല വരക്കാരായിരിക്കും അവർ, നല്ല എഴുത്തുകാരായിരിക്കും, നല്ല കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഈ കുട്ടികളുടെ വരിക. ഇപ്പോൾ ലോക ഓഡീഷൻ എലോൺ മാസ്ക് ഇൻട്രോവേർട്ടാണ്, ഈ ടൈപ്പാണ്. മുൻപത്തെ ഓഡീഷൻ ബിൽഗേറ്റ് ആ ടൈപ്പാണ്. MT വാസുദേവൻ നായർ നമ്മൾ എഴുത്തുകാരൻ, അയാൾ ഈ ടൈപ്പാണ്. MT കണ്ടിട്ടുണ്ട് നിങ്ങൾ? MTയുടെ ചുണ്ട് എങ്ങനെയാണ്? ഇത് തുറന്നു വരാത്തൊരു സമയമെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആളെ എഴുത്ത്. കോഴിക്കോട് നടക്കാവാണ് ആളെ വീട്. ഞാൻ അവിടെ വീട്ടിൽ പോയി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സാറിൻ്റെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ 4 കെട്ട് എൻ്റെ ഫേവറേറ്റ്. പിന്നെ എന്തെങ്കിലും അച്ഛൻ എന്നോട് ചോദിക്കണ്ടേ? ഒന്നും ചോദിച്ചില്ല. പോയിട്ട് വന്ന വേറെ വർത്താനൊന്നുമില്ല, മിണ്ടൂല. ടോപ്പ് എഴുത്താണ്, അതാണ് പ്രത്യേകതയാണ്. നല്ല എഴുതും, പക്ഷെ അത് സംസാരിക്കില്ല അധികം. ഈ കുട്ടികൾ മോശക്കാരൻ. ഞാൻ ഈ അടുത്ത് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു കുട്ടി കണ്ടു. അപ്പോൾ കുട്ടിയുടെ ഉമ്മ നന്നായി സംസാരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു മിണ്ടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിത്രം വരക്കുമെന്ന് ചോദിച്ചു ആ കുട്ടി. പിന്നെ
ഇതന്നെയാ പണി. ഫുൾ ടൈം ചിത്രം വരാം. നമ്മുടെ ആ കുട്ടി ചിത്രം വരക്കേണ്ട കുട്ടിയാണ്, ചാടി ഇറക്കേണ്ട കുട്ടിയാണ്. നമ്മുടെ കഴിവതാണ്. എത്ര കോറ്റ കഴിവല്ലേ ഉണ്ടാവും. ചിലയാൾക്ക് നന്നായി വരക്കാനുള്ള കഴിവുണ്ടാവും, ചില കുട്ടികൾക്ക് ഇല്ലേ. ചിലയാൾക്ക് നല്ല കളർ സെൻസ് ഉണ്ടാവും. ഇന്ന കളറോട് ഇന്ന കളർ യോജിക്കും, അത് സ്കില്ലല്ലേ. ആ സ്കില്ലുള്ളവരാണ് ഡിസൈനേഴ്സും ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും ആ ടൈപ്പ് മേഖലയിലേക്ക് പോകാമെന്നാണ്. ആ സ്കില്ല് എനിക്കുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ ചെറുപ്പത്തിൽ അവസരങ്ങളുണ്ട്. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ പെയിൻ്റ് അടിക്കണം. വാപ്പ വെച്ച് മോനെ ഏത് കളർ അടിക്കുന്നുണ്ട്, എനിക്ക് കളർ അടിച്ചു വാപ്പാ ഈ കളർ അടിച്ചാൽ ടോപ്പായിട്ട് വീട് എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ വീടാണ് വീടിന് മൊത്തം അടിച്ച്, ആ കളറാണ് വീടിന് മൊത്തം അടിച്ച്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കിയ സംഭവമാണ്. എൻ്റെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് വീട് മുഴുവൻ പെയിൻ്റ് അടിച്ചത്. വീട് മഹാവൃത്തികളായി. വയലറ്റ് കളർ ഞാൻ കാണിച്ചു കൊടുത്തത്. രാത്രി ടോർച്ചടിച്ച് നോക്കണം വീട് അവിടെ ഉണ്ടോ എന്നറിയാം. എൻ്റെ അവസ്ഥ അനുസരിക്കുന്നത് ഒരു വല്ലാത്തൊരവസ്ഥ. എനിക്ക് ബുദ്ധിയില്ലാതെയൊക്കെ എൻ്റെ വാപ്പ കുറച്ച് ബോധം വേണ്ടേ അടിച്ചു വെക്കുന്നതായിരിക്കും. അത് സ്കില്ലാണ്. ഇന്നോട് യോജിക്കുന്ന സ്കിൽ.